ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുളകിട്ട അയിലക്കറിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു 5 കഷ്ണം വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 10 ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ആ പൊടികളിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോകുന്നത്. ഞാൻ ഒരു അരമുറി തേങ്ങയുടെ 2/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുടംപുളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ആ മീനൊക്കെ ഒന്ന് വേകുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ മീനൊക്കെ ഏകദേശം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ട ഈ സമയം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1/4 പാലും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ കറി ഒന്ന് ഇളക്കി വയ്ക്കാം. നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.